RSSന്റെ നേതാക്കളെ പോയി കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടാൽ അതിൽ വലിയ അപാകതയൊന്നുമില്ല എന്ന ഒരു പ്രതികരണം ഇന്നിപ്പോൾ CPIMന്റെ ഒരു നേതാവിൽ നിന്ന് അല്ലെങ്കിൽ നിയമസഭാ സ്പീക്കറിൽ നിന്ന് വന്നിരിക്കുന്നു. ആരെങ്കിലും RSSകാരെ കണ്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന മട്ടിലായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കുമെന്ന്. ഇന്നിപ്പോൾ ഒരു പടി കൂടി കടന്ന് AN ഷംസീർ പറയുന്നത് RSSന്റെ ആളുകളെ ആരെങ്കിലും പോയി കണ്ടാൽ എന്താണ്, അതൊരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ എന്നാണ്. അതൊരു ഫാസിസ്റ്റ് സംഘടനയാണെന്നും അതിൻ്റെ ഹിന്ദുത്വ രൂപം ഈ നാട്ടിനെ കുട്ടിച്ചോറാക്കുകയാണെന്നും പാർട്ടി കോൺഗ്രസിൻ്റെ കരട് നയരേഖയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് RSS ഒരു പ്രധാന സംഘടനയല്ലേ എന്ന തുല്യം ചാർത്തി കൊടുക്കുന്നത് എന്ന കൗതുകമുണ്ട്. ഇതൊന്നുമല്ല, ഇതിനെല്ലാം അപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം തീരുമാനമെടുക്കേണ്ടതുമായ കാര്യങ്ങളെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും സംസ്ഥാനത്തും വലിയ അഭ്യൂഹങ്ങൾ, കോലാഹലങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 10 ദിവസമായി പിണറായി വിജയൻ നിശബ്ദത ഭേദിക്കാൻ തയ്യാറാവുന്നില്ല. തന്നെ തെരഞ്ഞെടുത്ത, തന്നെ അധികാരമേൽപ്പിച്ചിരിക്കുന്ന, ഭരണഘടനാ ചുമതല തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇന്നാട്ടിലെ മനുഷ്യരോട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്, RSSകാരെ ആരെങ്കിലും പോയി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കണ്ടാൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന്, അങ്ങനെ കാണുന്നവരെ സംരക്ഷിക്കലാണോ അതോ മറിച്ചാണോ തൻ്റെ നയമെന്ന് എന്തെങ്കിലും ഒന്ന് വിശദീകരിക്കാൻ പിണറായി വിജയൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് മൗനം അവലംബിക്കേണ്ടി വരുന്നത്? ഒളിച്ചു വയ്ക്കാൻ ഏറെ ഉള്ളത് കൊണ്ടാണോ? വിശദീകരിക്കാൻ കഴിയാത്ത നയവ്യതിയാനത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു പോയത് കൊണ്ടാണോ? ഈ വിഷയം ഇന്നും സംസാരിക്കുന്നു. സ്പെഷ്യൽ എഡിഷൻ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ഉള്ളത് ശ്രീ റെജി ലൂക്കോസ്, CPIM സഹയാത്രികൻ, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, മുസ്ലിം ലീഗ് നേതാവ്, ശ്രീ പ്രിൻറ്റു മഹാദേവ്, BJP നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, ഇന്നത്തെ സ്പീക്കറുടെ പ്രതികരണം CPIMൽ നിന്ന് വന്ന വ്യത്യസ്തമായ പ്രതികരണങ്ങളൊന്നാണ്. RSS ഈ രാജ്യത്തെ പ്രധാന സംഘടനകളിലൊന്നാണ്. അതിനെ ആളുകൾ പോയി കാണുന്നതിൽ, വ്യക്തിപരമായി കാണുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നതാണോ CPIMന്റെ നിലപാട്? അതാണോ അദ്ദേഹം പറഞ്ഞത്? അല്ല, അദ്ദേഹം സാങ്കേതികപരമായിട്ട് അദ്ദേഹം പറഞ്ഞതിനോട് വിയോജിക്കാൻ പറ്റത്തില്ല. ഒരു വർഗീയ സംഘടനയാണെന്നുള്ള ഒരു തർക്കമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞതിനോട് യോജിക്കാനും കഴിയില്ല. അത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷും LDF കൺവീനറും ഒക്കെ എന്താണ് നയമെന്നുള്ളവരും കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട്. ഞാൻ തൃപ്തനല്ലല്ലോ നിങ്ങളുടെ എന്ന് പറഞ്ഞ ഒരു CPM സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ LDFിൻ്റെ കൺവീനറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കൂടിക്കാഴ്ചയെ CPM അനുകൂലിക്കും എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കുക എന്നുള്ളത്. നടപടി സ്വീകരിക്കുന്നതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. പ്രഥമദൃഷ്ട്യാ തെറ്റുകാരനാണെന്ന് കണ്ട ഒരു ഉദ്യോഗസ്ഥനായ IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള അന്വേഷണങ്ങൾ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം വന്ന് അന്ന് തന്നെ കോട്ടയത്ത് പ്രഖ്യാപിച്ചു. അതിനനുസരിച്ച് DGP ആ അന്വേഷണവുമായിട്ട് അദ്ദേഹത്തിന് ടീം പോകുന്നു. തൃശ്ശൂർ DIG ബഹുമാനപ്പെട്ട അൻവർ MLAയുടെ അടുത്ത് ഇന്നലെ ദീർഘമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാങ്കേതികപരമായിട്ട് ആ കാര്യങ്ങളെല്ലാം കണ്ട് വസ്തുതകളൊക്കെ വിലയിരുത്തി സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആഭ്യന്തര വകുപ്പായതുകൊണ്ട് അദ്ദേഹം നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിനെതിരെ അൻവർ MLA ഉയർത്തിയിരിക്കുന്ന ക്രിമിനൽ ആരോപണങ്ങളിൽ മേൽ അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടാലേ നടപടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് വേറെ കാര്യമാണ്. അതിലേക്ക് വരുന്നതിന് മുൻപ് നോക്കൂ, TP സെൻകുമാറിനെ മാറ്റാനുള്ള തീരുമാനവും അതിൻ്റെ പേരുള്ള നിയമ പോരാട്ടവും, അതിന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത മറുപടികളിലൊന്ന്, ഈ സെൻകുമാർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലല്ല കേട്ടോ, നിങ്ങളുടെ പാളയത്തിലല്ല കേട്ടോ എന്ന് പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി. എന്ന് വെച്ചാൽ RSS ബാന്ധവമുള്ള ഉദ്യോഗസ്ഥരെ പ്രധാന പദവിയിൽ ഇരുത്തുക എന്നത് CPMന്റെ നയമല്ല. അത്തരക്കാരെ തള്ളിപ്പറയുക, അവരെ പ്രധാന പദവികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന പാരമ്പര്യം ഉണ്ടായിരുന്ന പാർട്ടിയാണ് CPM. ആ CPMന് RSSകാരനായ 2 പ്രധാനപ്പെട്ട നേതാക്കളെ 2 തവണ പോയി കണ്ട ഒരാൾ പ്രധാന പദവിയിൽ ഇവിടെ വേണ്ട എന്ന് രാഷ്ട്രീയമായ തീരുമാനമെടുക്കാൻ ഏത് റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്? അല്ല, അത് നല്ല ചോദ്യമാണ്. ഞാനത് അതിന് കൃത്യമായൊരു മറുപടിയുണ്ട്. അതായത് TP സെൻകുമാറിന് അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം നടപടിക്കായിട്ട് സർക്കാർ വെയിറ്റ് ചെയ്യുന്നത്. കാരണം TP സെൻകുമാറിനെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ DGP സ്ഥാനത്ത് നിന്ന് 2016 അധികാരത്തിൽ ഇപ്പോൾ മാറ്റി. അദ്ദേഹം അവസാനം സുപ്രീം കോടതി വിട്ട് തിരിച്ചു വന്ന് അതേ പദവിയിൽ തന്നെ 9 മാസം ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ADGP റാങ്കിലുള്ള ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥരെ തെളിവുകളുടെ സംഭരിച്ചിട്ട് DGP നിയമനവും പ്രയോറിറ്റിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ കേസാണ്. അത് വേറെ കാര്യം. ക്രമസമാധാന ചുമതലയിൽ അജിത് കുമാർ ഇരിക്കണമോ വേണ്ടയോ എന്നുള്ളത് സർക്കാരിന്റെ പ്രോഗേറ്റീവാണ്, സർക്കാരിന് തീരുമാനിക്കാം.
അജിത് കുമാർ നാളെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലോ വേറെ വല്ല ഡിപ്പാർട്ട്മെന്റിലോ ഇരിക്കണം എന്ന് സർക്കാർ തീരുമാനിച്ചാൽ ഒരു കോടതിയിലും പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല. ക്രമസമാധാനത്തിന്റെ ചുമതല, ഇന്റലിജൻസിന്റെ ചുമതല, വിജിലൻസിന്റെ ചുമതല, ഇതൊക്കെ ആരാവണമെന്നുള്ള സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനായിരുന്നു സെൻകുമാറിനെ മാറ്റിയത്? അതിന് വിശദീകരണത്തിൽ പറഞ്ഞ പ്രധാന കാരണങ്ങളൊന്നും അയാളുടെ സംഖ്യയാണെന്നതായിരുന്നു. ഇയാൾ സംഖ്യയല്ലേ? ഇയാൾ അവിടെ ഇരിക്കുന്നതിൽ പാർട്ടിക്കൊരു വേദനയില്ലേ? അയാളെ മാറ്റാൻ സസ്പെൻഡ് ചെയ്യണമെന്നല്ല, ഡിസ്മിസൽ വേണമെന്നല്ല, അയാൾ ക്രമസമാധാന ചുമതല എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കസേരയിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ലല്ലോ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും. അല്ല, പിന്നെ ബഹുമാനപ്പെട്ട നിഷാദെ, അത് തന്നെയാണ് അതിന്റെ പ്രസക്തമായ ചോദ്യം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒരു ആരോപണം ഉന്നയിച്ചു. ബഹുമാനപ്പെട്ട പി വി അൻവർ MLA, കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ബഹുഭൂരിപക്ഷവും ആ പി വി അൻവർ MLAയുടെ ആരോപണങ്ങളിലും അദ്ദേഹം അവതരിപ്പിച്ച പുറത്തു കൊണ്ടുവന്ന വസ്തുതകളിലൊക്കെ കുറേയൊക്കെ വസ്തുതകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം ഇടതുപക്ഷക്കാരുണ്ടെന്നുള്ളത് നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം ADGP റാങ്കിലുള്ള ഇല്ല, അതിലേക്ക് പിന്നെ പോവല്ലേ താങ്കൾ. എന്റെ ചോദ്യം ഇതാണ്, ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു, DGP അന്വേഷിക്കുന്നു. അത് ക്രിമിനൽ ഒഫൻസുമായി ബന്ധപ്പെട്ടതാണ്. RSSന്റെ നേതാക്കളെ അടിക്കടി പോയി കാണുന്ന ഒരാൾ, RSS ബന്ധമുള്ള ഒരാൾ, കച്ചവടത്തിനും അല്ലാതെയും പോയി കാണുന്ന ആൾ ഈ കസേരയിൽ വേണ്ട, വല്ല കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കാനുള്ള തടസ്സം എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. മറ്റേ അൻവറിൻ്റെ ആരോപണം വേറെയാണ്, അതിന്മേൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ സസ്പെൻഷനോ ഡിസ്മിസലോ എന്തെങ്കിലും ആയിക്കോ, അത് വേറെ കാര്യം. RSSന്റെ പിണിയാൾ വേണ്ട CPMന്റെ സർക്കാരിലെ പ്രധാന കസേരയിൽ എന്ന് തീരുമാനിക്കാനുള്ള തടസ്സം എന്താണ്? അല്ല, അതിനകത്ത് മുഖ്യമായൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ അടുത്ത കാലത്താണ് RSSുമായിട്ട് അല്ല RSSൽ പ്രവർത്തിക്കാവുന്ന RSSന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതിനുള്ള തടസ്സം കേന്ദ്ര സർക്കാർ ഒഴിവാക്കി അടുത്ത കാലത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ADGP ആ ന്യായമായിട്ട് മേൽക്കോടതികളിലോ കോടതിയിലോ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവും. അത് കാര്യങ്ങളെ വഴിതിരിക്കല്ലേ? ADGPയെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ADGP ലോ ആൻഡ് ഓർഡറിൽ വേണ്ട, ADGP അപ്രധാനമായ ഏതൊരു കസേരയിലിരിക്കട്ടെ, അതിന് കോടതി പോകാൻ പറ്റുമോ? ഏത് കസേരയിൽ ആരിക്കണം എന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനിക്കാമല്ലോ. അവരുടെ പ്രൊമോഷനോ അവർക്ക് അർഹതപ്പെട്ട പദവികളോ നിരസിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് കോടതിയിലും ട്രിബ്യൂണലിലും ഒക്കെ പോകാൻ പറ്റുക. അവരേത് ചുമതല നിറവേറ്റണം? നമ്മൾ ജേക്കബ് തോമസിനെ ഇരുത്തിയിട്ടില്ലേ? ഇരുമ്പയിലുണ്ടാക്കുന്ന ഏതോ കമ്പനിയിൽ ഇരുത്തിയിട്ടില്ലേ? ഇരുമ്പയിലല്ലോ, ഇരുമ്പ് കൊണ്ട് എന്താ മെറ്റൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരുത്താത്ത എന്താ നിങ്ങൾ? കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഷൊർണൂര്, അവിടെ വേണമെങ്കിൽ അജിത് കുമാറിനെ ഇരുത്താലോ. നിഷാദിന്റെ ചോദ്യത്തിന് നിഷാദിന്റെ ചോദ്യത്തിനോട് പിന്നെ മാനസികമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മറുപടി പറയുന്നത്. കാരണം ലക്ഷക്കണക്കിന് CPM പ്രവർത്തകരുടെ മനസ്സിലുള്ള ഒരു ചോദ്യം തന്നെയാണ് നിഷാദ് ചോദിക്കുന്നത്. നമ്മളെ മറച്ചു വെച്ചിട്ട് എന്തെങ്കിലും ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ നമുക്ക് ഒരിക്കലും ഒരു മറുപടി പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും സർക്കാർ അതിന് അനുസൃതമായ ഒരു നടപടി സ്വീകരിക്കുന്ന കാര്യം നിങ്ങൾ തർക്കിക്കേണ്ടത്. നിങ്ങൾ വെള്ളം കൂട്ടി ഇപ്പോൾ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഗവൺമെന്റിന് പിണറായി വിജയൻ സർക്കാർ ഇതിനു മുമ്പ് എത്ര പേരുടെ പേര് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതിന് വലിയ ഉന്നതന്മാരുടെ പേര് നടപടി സ്വീകരിച്ചിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊന്നുമല്ല വിഷയം. അത് ഗവൺമെന്റ് ഉചിതമായ തീരുമാനം സർക്കാർ എടുക്കും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കും. ആ കാര്യം നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട. RSSുമായിട്ടുള്ള ഒരു ബാന്ധവത്തിനും CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അംഗീകരിക്കാൻ പറ്റത്തില്ല. എടുക്കാനുള്ള താമസം കഴിഞ്ഞ 10 ദിവസമായി മാത്രമാണോ പ്രശ്നം? 10 ദിവസമായി എന്നുള്ളതാണോ പ്രശ്നം? റെജി ലൂക്കോസ്, എനിക്ക് മനസ്സിലാവുന്ന പ്രകാരം അജിത് കുമാറിനെ അവിടെ ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്കിത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നല്ല ബോധ്യമുള്ള ആളാണ്. താങ്കളും താങ്കളുടെ പാർട്ടിക്കും അറിയാൻ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പാർട്ടി ഒഫീഷ്യലി ഇതിനകത്ത് റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കാത്തതിൻ്റെ കാരണം കൂടി അതാണ്. അപ്പോൾ താങ്കൾക്കും അറിയാം എന്താണ് സംഭവം എന്ന കാര്യം. അപ്പോൾ നോക്കൂ, ഇത് 10 ദിവസത്തിൻ്റെ മാത്രം പ്രശ്നമാണോ? അല്ല, മറിച്ച് ഇദ്ദേഹം കാണാൻ പോയത് വർഷം ഏതാണ്? അപ്പോൾ തന്നെ സർക്കാരിന് ഇൻഫർമേഷൻ കിട്ടുകയാണ് 2 തവണത്തെ കൂടിക്കാഴ്ചയ്ക്കും. അന്ന് എടുക്കേണ്ടതല്ലേ നടപടി? അന്ന് ഒഴിവാക്കേണ്ടതല്ലേ ഈ സംഘപ്രചാരകനെ? ചെയ്തോ? ഇല്ല. ഇപ്പോഴാണിത് പുറത്തു വരുന്നത്. അത് പുറത്തു വന്ന് ഇപ്പോൾ പാർട്ടിയുടെ അടിയിൽ തീ കത്തുന്ന ചർച്ചയായിട്ട് 10 ദിവസമായി, എന്നിട്ട് എടുക്കുന്നില്ല. പിന്നെ എപ്പോൾ എടുക്കുമെന്നാണ്? അല്ല, ഞാൻ ജസ്റ്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നില്ല. ഞാൻ നിഷാദിനോട് കാര്യം ചോദിക്കട്ടെ, ഒരു 10-15 സെക്കൻഡ് കൊണ്ട് നിർത്താം. നിങ്ങൾ ഇന്ന് ഈ ചർച്ച കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട് മാധ്യമപ്രവർത്തകർക്ക്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഇന്ന് കേരളവും ഇന്ത്യയും ചർച്ച ചെയ്യപ്പെടുന്ന വേറൊരു വിഷയമുണ്ട്. കേരളത്തിലെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന MP പിന്നെ BJPയിലേക്ക് ചേരാനായിട്ട് BJPയുടെ താവളത്തിലെത്തിയ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു, അല്ലെ അങ്ങോട്ട് ചേരുവാന്ന് പറഞ്ഞിരിക്കുന്നു.
അത് ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാധ്യമം ഡൽഹി എഡീഷണലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. ഡൽഹി എഡീഷണൽ, അതായത് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഇറക്കുന്ന എഡീഷണൽ, അത് ദേശവ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുക. കേരളത്തിൽ നിന്നൊരു എം പിയാണ് ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ചിട്ട് 4-5 മാസങ്ങൾക്കുള്ളിൽ BJP-യിലേക്ക് ചേരാനുണ്ട് അങ്ങോട്ട് എന്ന് വാതില മുട്ടിയ ഒരു കോൺഗ്രസ് MP ഇവിടെ ഉണ്ടെന്നുള്ളവരും ഔദ്യോഗികമായിട്ട് തന്നെ ഒരു പത്രം പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല? ഒരു പത്രം പറയുന്നു ഒരു കോൺഗ്രസ് MP സമീപിച്ചു എന്നൊരു പത്രത്തിൽ വാർത്ത വന്നു. അത് ചർച്ച ചെയ്യാൻ ഓതന്റിക് ആയിട്ടുള്ള വിവരങ്ങൾ വേണം, ഏത് MP ആണെന്ന വിവരം വേണം, അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റൂ. ഒരു പത്രവാർത്തയുടെ അരികും മൂല്യം വെച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ? പിന്നെ വേറൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് റെജി ലൂക്കോസ്, ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തെ, താങ്കൾ പറഞ്ഞല്ലോ അൻവർ മുന്നോട്ട് വെച്ച കോസിനെ ഏതെങ്കിലും ഒരു സഖാവ് തള്ളിപ്പറയുന്നില്ല. എല്ലാ സഖാക്കളും അൻവറിനെ പിന്തുണയ്ക്കുകയാണ്. ഇത് ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇടതുപക്ഷക്കാർ ഇടതുപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു സവിശേഷ സന്ദർഭമാണ്. അത് ഇടതുപക്ഷത്തിന്റെ ആഭ്യന്തര കാര്യമാണ്. അത് പറയുമ്പോൾ നിങ്ങൾ VD സതീശന്റെ കാര്യം പറയരുത്. VD സതീശൻ ഒരു റോളുള്ള സംഗതിയല്ല ഇത്. ഇത് നിങ്ങളുടെ കാര്യം നിങ്ങൾ സംസാരിക്കുന്ന, ഇടതുപക്ഷം സംസാരിക്കുന്ന വേദിയാണ്. അതിനകത്ത് VD സതീശനെ 10 പള്ളു പറഞ്ഞാൽ, VD സതീശന്റെ പഴയ പരിപാടിയുടെ ഇമേജ് എടുത്തുകൊണ്ട് വന്നാൽ നിങ്ങൾ നേരിടുന്ന ആഭ്യന്തരമായ ച്യുതിയുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇത് നിങ്ങളുടെ അതിജീവന പ്രശ്നം നമ്മൾ സംസാരിക്കുമ്പോൾ വാട്ടർ ബോട്ടിൽ അടിക്കരുത്, അപ്പുറത്തുണ്ടല്ലോ, അത് വേറെ സംസാരിക്കാം. അത് നമ്മൾ എമ്പാട് സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ MP ഉണ്ടെങ്കിൽ MP-യുടെ പേര് വരട്ടെ, സംസാരിക്കാം. നിങ്ങൾ നിങ്ങളുടെ അതിജീവനത്തെക്കുറിച്ച് RSSന്റെ പാളയത്തിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണോ CPM-ന്റെ താക്കോൽ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതിന് VD സതീശനെ പള്ളു പറഞ്ഞാൽ തീരില്ല പ്രശ്നം. നിഷാദ്, അല്ല VD സതീശനെ മാറ്റി നിർത്തൂ. നിഷാദെ, കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയ്ക്ക് കേരളത്തിലെ CPM-ന്റെ ഔദ്യോഗിക കേരളത്തിലെ CPM പ്രവർത്തകർ 318 എണ്ണത്തിന് ഇവിടെ കശാപ്പ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 318 രക്തസാക്ഷികളുണ്ട്. അത് മഹാഭൂരിപക്ഷവും കൊന്നു തള്ളിയിരിക്കുന്നത് ഈ RSS BJP-കാരാ. പിണറായി വിജയൻ ഓർക്കേണ്ടത് ഈ മൗനവാത്മീകത്തിൽ ആണ്ടുപോയിരിക്കുന്ന ഓരോ നിമിഷവും ആ രക്തസാക്ഷികളോടുള്ള വഞ്ചനയാണെന്ന കാര്യം ഓർക്കേണ്ടത് ആരാ? പിണറായി വിജയനാണ്. കാരണം എന്താണ്? ഈ പ്രസ്ഥാനത്തെ സംഘിന് ഒറ്റുകൊടുത്തോ എന്ന സംശയം ഇന്നീ സംസ്ഥാനത്ത് ഉരുണ്ടുകൂടി നിപ്പുണ്ട്. ഇല്ല, അങ്ങനെ ഇല്ല. അങ്ങനെ സംഘപരിവാറിന് വിടുപണി എടുക്കുന്ന ഒരുത്തനും ഈ മാർക്സിസ്റ്റ് ഭരണകൂടത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയേണ്ട സമയമല്ലേ? പറയാതിരിക്കുന്ന ഓരോ മിനിറ്റും താങ്കൾ നേരത്തെ പറഞ്ഞ ഈ രക്തസാക്ഷികളുടെ സ്മാരക ശിലകളിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ അവിടെ നിൽക്കും. അല്ല, അത് ബഹുമാനപ്പെട്ട പിണറായി വിജയനെ വായിക്കുന്നതിൽ നിഷാദിന് തെറ്റുപറ്റിയതോ അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞത്. പിണറായി വിജയൻ തന്നെ RSSന്റെ കടാരിക്ക് ഇരയായിട്ടുള്ള തലശ്ശേരിയിലെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങളെ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടി വീഴ്ത്തുമ്പോൾ തടയാൻ ചെന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പുറത്തിനിട്ടാണ് വെട്ടുകത്തിക്കൊണ്ട് വെട്ടുകിട്ടിയത്. അപ്പൊ അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ വിചാരണ ചെയ്യുമ്പോൾ അദ്ദേഹം ആരാണെന്നോട് ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു നടപടി സ്വീകരിക്കും. ഇന്ന് അദ്ദേഹം കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭരണചുമതലയുള്ള ആളാണ്. അദ്ദേഹത്തിന് പല നടപടിക്രമങ്ങളും സ്വീകരിക്കാനുണ്ട്. നടപടി സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇങ്ങനെ വിചാരണ ചെയ്ത് തൊട്ടപ്പുറത്തല്ലേ MK സ്റ്റാലിൻ എന്ന് പേരുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്നത്. അതിനും കുറച്ചുകൂടെ മുകളിലോട്ട് പോയാൽ മമതാ ബാനർജി എന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്നുണ്ട്. അവർക്കൊക്കെ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ ഒരു പാടുമില്ല. പിണറായി വിജയന് മാത്രം ഭരണഘടന, ഇനി പോലീസ് മാനുവൽ എന്തെല്ലാമൊക്കെയോ പരിശോധിച്ചാലേ നടപടിയെടുക്കാൻ പറ്റും. നടപടിയുടെ കാര്യമല്ല, പൊളിറ്റിക്കൽ വില്ലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആരൊക്കെ കീ പോസ്റ്റിലിരിക്കണം, അതിൽ ആരെയൊക്കെ നമുക്ക് നമ്പാൻ പറ്റും, ആരൊക്കെയാണ് RSSന്റെ ചാരന്മാർ എന്ന ചോദ്യമുണ്ട്. എന്നിട്ടും എടുക്കുന്നില്ലെങ്കിൽ ആ പോയി കാണുന്ന കൂടിക്കാഴ്ചയൊക്കെ ഈ പറയുന്ന ഭരണ നേതൃത്വത്തിലെ പ്രധാനികൾക്ക് വേണ്ടിയുള്ള കൂടിക്കാഴ്ചയാണ് എന്നാണ് ഈ മൊമെന്റിലെയും സംശയം. അതല്ലെങ്കിൽ തിരുത്താൻ വരട്ടെ എന്നതാണ്. ഞാനൊന്ന് വരാമേ. പ്രിൻറ്റു മഹാദേവ് നോക്കൂ, ഇന്നിപ്പോൾ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറുമായ AN ഷംസീർ പറയുന്നു ഈ രാജ്യത്തെ ഒരു പ്രധാന സംഘടനയാണ് RSS എന്ന് വെച്ചാൽ നിങ്ങളെ കാണുന്നതിലൊന്നും തെറ്റ് കാണേണ്ടതില്ല എന്ന് പറയുന്നു അദ്ദേഹം. അതേസമയം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ 22ാം പാർട്ടി കോൺഗ്രസിൻ്റെ നയരേഖ RSS ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്, അത് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുകയാണ് എന്ന നയരേഖ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പക്ഷേ ഇപ്പോൾ ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ കൊടുക്കൽ വാങ്ങൽ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഷംസീർ പറയുകയാണ് ഈ സംഘടന ഒരു പ്രധാന സംഘടനയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുകയാണ് CPM-നാൽ എന്ന് തോന്നുന്നുണ്ടോ പ്രിൻറ്റു? അല്ല, തീർച്ചയായും ഷംസീറിൻ്റെ ആ പ്രസ്താവനയെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവെ ഇല്ലാത്തൊരു കാര്യമുണ്ട്, തിരിച്ചറിവ്. ഷംസീറിന് തിരിച്ചറിവ് ഉണ്ടായതിൽ ഞങ്ങൾ അങ്ങേയറ്റം ഒരു സ്പീക്കർ എന്ന രീതിയിലും ഒരു CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന രീതിയിലും അത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ ഈ വിവാദങ്ങളിൽ പറയുന്ന ദത്രാത്രേയ ഹൊസബളെ, ഇപ്പോൾ നിങ്ങൾ ആർ എസ് എസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊരു വലിയൊരു ഭീകരവാദ സംഘടന അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബ ഒക്കെ പറയുന്ന രീതിയിലേക്കാണ് അങ്ങ് ആക്രോശിക്കുന്നത്. ഒരു അവതാരങ്ങളിൽ നിന്ന് ചില സമയത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു RSS എന്നൊരു ഒരു സ്ട്രെസ് ചെയ്തിട്ടങ്ങ് പറയുന്നു. അതൊരു പക്ഷേ ഒരു ഭീതി ഒരു സമൂഹത്തിനകത്ത് നിങ്ങൾ വിതച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ വിതയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ഭീതിയുടെ ഒരു കാര്യമുണ്ട്. ആ ഭീതി തന്നെയാണ് ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിലും അങ്ങ് പരോക്ഷവും പ്രത്യക്ഷവുമായിട്ട് പല രീതിയിൽ അങ്ങ് വ്യാഖ്യാനിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അങ്ങ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, RSS എന്ന് പറയുന്ന സംവിധാനത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഘടനാരൂപമുണ്ട്. ആ ഘടനാരൂപം അനുസരിച്ച് RSSനെ സംബന്ധിച്ചുള്ള അറിയുക അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളതാണ് RSS. അപ്പോൾ സ്വാഭാവികമായിട്ട് ADGP വന്നിട്ട് RSSന്റെ മേധാവിയെ കണ്ടതിന് പിന്നിൽ അതിനകത്ത് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ ഇടനിലക്കാരനായിട്ടാവാൻ ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പഠിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം RSSന്റെ സർസംഘചാലക് കഴിഞ്ഞ രണ്ടാമത്തെ പദവിയിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ആദരണീയനായിട്ടുള്ള ദത്രാത്രേയ ഹൊസബളെ. ആ ഹൊസബളയോട് ഒരു രാഷ്ട്രീയ ഡീലിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം അങ്ങേയറ്റം തെറ്റായിട്ടാണ് നിങ്ങൾ കരുതേണ്ടത്. കാരണം RSSന്റെ ഒരു രീതി അനുസരിച്ച് കൊണ്ടാണ് പല ആളുകൾക്കും അത് അറിയില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, പല 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 ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് പല ചർച്ചകളും RSS നടത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ISROയുടെ ചെയർമാനുമായിട്ട് ഇതേ സമയത്ത് തന്നെ ദത്രാത്രേയ ഹൊസബളയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പം RSSനെ സംബന്ധിച്ചുള്ള RSS അതിൻ്റെ 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു സാമൂഹിക സമരസത ഉറപ്പുവരുത്തുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ഈ സമൂഹത്തിലെ പല ആളുകൾ RSSനെ സമീപിക്കും. സ്വാഭാവികമായിട്ട് RSS ചില ആളുകൾ അങ്ങോട്ട് പോയി കാണുന്ന സാഹചര്യവുമുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു രീതിയാണ്. ആ രീതിക്ക് അനുസൃതമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ADGP അദ്ദേഹം അവിടെ വന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിണറായി വിജയനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് പറയേണ്ടത്. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു സന്ദർശനത്തിൻ്റെ പേരിൽ അദ്ദേഹം നടത്തുന്ന ഒരു സന്ദർശനം ആകമാനം കേരളത്തിൽ ഒരു വലിയൊരു പ്രശ്നം സൃഷ്ടിക്കാനാണ് എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം നടത്തുന്നത് ശരിയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം നമുക്കറിയാം RSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഘടനകളുമായിട്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ പ്രിന്റു മനസ്സിലാക്കൂ, RSSക്കാരെ പോയി കാണുന്നത് ശരിയല്ല എന്ന അഭിപ്രായമുള്ള പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. RSSുമായിട്ട് ബന്ധം പാടില്ല എന്ന് വിചാരിക്കുന്ന പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ RSSന്റെ ചീഫിനെ കാണാൻ പോയാൽ അത് ശരിയല്ല എന്ന രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. RSS ബാന്ധവമുള്ള ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട പദവികളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന പ്രഖ്യാപിത നിലപാടുള്ള പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. അവിടെയാണ് സംശയകരമായ ചില കാര്യങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങളെ കാണാൻ വേണ്ടി ADGP വരുന്നു. ADGP ആവട്ടെ സവിശേഷമായി പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കസേരക്കാരനാണ്. അദ്ദേഹം നിങ്ങളുടെ ആളെ വന്ന് കാണുന്നു. കണ്ടതിനെക്കുറിച്ച് വാർത്ത വരുമ്പോൾ നിങ്ങൾ ആദ്യം നിഷേധിക്കുന്നു, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്. പിന്നീട് അത് വെളിപ്പെട്ട് വരുന്നു. അപ്പം നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾ നിഷേധിക്കുന്നു, ഇപ്പുറത്ത് ഇവർ നിഷേധിക്കുന്നു. നിങ്ങൾ ഏതൊക്കെയോ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തുന്നു, ഇവർ ചില ആ പൂരം റിപ്പോർട്ട് പൂഴ്ത്തുന്നു. മൊത്തത്തിൽ എല്ലാവരും ചേർന്നൊരു കളി കളിക്കുകയാണെന്ന് സംശയിക്കാൻ പാകത്തിനുള്ള എല്ലാ ചേരുവകളും ഇവിടെ ഉണ്ട് പ്രിന്റു. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും വിശദീകരിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത്. അല്ല അങ്ങനെയല്ല സാർ. ഇതിനകത്ത് ഞാൻ പറയുന്നത്, ഇതിനകത്ത് യാതൊരുവിധ കേരള സർക്കാരിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ADGP അദ്ദേഹത്തെ കാണാൻ പോയി എന്നുള്ളതിൻ്റെ പറഞ്ഞ ഔചിത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു സംഘടനാ സംവിധാനം അനുസരിച്ചാണ് പറഞ്ഞത്. അതിന് ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരാളല്ല ദത്രാത്രേയ ഹൊസബള എന്ന് മനസ്സിലാക്കുക. ഇതേ സമയത്ത് ഇദ്ദേഹം ADGP ഇത്തരം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂമായി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കാര്യത്തിന് വേണ്ടി ഒരു ഡീലുമായി ബന്ധപ്പെട്ട് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെങ്കിൽ നിങ്ങൾ അത് ഓക്കെ, അമിത്ഷായെ കണ്ടെങ്കിൽ ഓക്കെ. ഇത് സംഘത്തിൻ്റെ രണ്ടാമത്തെ ശ്രേണി നിൽക്കുന്ന ഒരാളെടുത്ത് ഇത്തരത്തിലുള്ള ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടനിലക്കാരനായി വരുന്ന സമയത്ത് കടക്ക് പുറത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് RSS. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായി ഒരിക്കലും ഒരു ഇടനിലക്കാരനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്കഷൻ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് വ്യക്തത വരുത്തേണ്ടത് ഒന്ന് പിണറായി വിജയൻ സർക്കാർ, ഇപ്പോൾ നമുക്കറിയാം അന്വേഷണം നടക്കുന്നുണ്ട്, ഒന്ന് ADGPക്ക് പറയാം. മറ്റൊന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സ് തുറക്കേണ്ട കാര്യമാണ്. പക്ഷേ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആളുകളുമായുള്ള ചർച്ച ആദ്യത്തെ സംഭവമല്ല. അത് കേരളത്തിലായിരുന്നാലും ഇപ്പം നോക്കൂ, കേരളത്തിൽ ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള വൈരുദ്ധ്യമായിട്ടുള്ള രണ്ടവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് RSSും ജമാഅത്ത് ഇസ്ലാമിയും. നോക്കൂ, RSSന്റെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് 2022 RSSന്റെ മോഹൻജി ഭാഗവത്തുമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് അറിയുന്നത് എപ്പോഴാണ്? 2023 2023 ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ അന്നത്തെ ഡൽഹി ഗവർണറുടെ വസതിയിൽ നടന്ന ചർച്ചയിലാണ് ഈ വിഷയങ്ങൾ പൊതുസമൂഹം ചർച്ചയാവുന്നത്, കേരളത്തിലടക്കം ചർച്ചയാവുന്നത്. മറ്റ് സംഘടനകളൊക്കെ വിശദീകരിക്കട്ടെ. കുറെ അധികം സംഘടനകൾ വന്നു, അതിൽ അവരൊക്കെ ഉണ്ട്. പക്ഷെ അതിനോട് CPMന്റെ നിലപാട് എന്തായിരുന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ കൂടിക്കാഴ്ചയെ വിമർശനാത്മകമായി സമീപിച്ച ഒരു പാർട്ടിയാണ് CPM. അങ്ങനെ കൂടിക്കാഴ്ച പാടില്ല എന്നാണ് CPMന്റെ നിലപാട്. അപ്പൊ CPMന്റെ ഭരണകാലത്ത് അവർ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇടയ്ക്കിടെ പോയി RSSകാരെ കാണുകയാണ്.
അങ്ങനെ കാണാൻ പാടില്ല, അങ്ങനെ കാണുന്ന സെൻകുമാർ വേണ്ട ഇവിടെ ഞാൻ പറയാം, എന്ന് തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കാൻ കോടതി കയറി പൊതുഖജനാവിൽ നിന്ന് പണം ചെലവാക്കുകയും അവസാനം തോറ്റുപോവുകയും ചെയ്തിട്ടും രാഷ്ട്രീയ നിലപാട് മാറ്റാത്ത പാർട്ടിയാണ് CPM. ആ CPM-ൽ ഇന്ന് ഒരു അജിത് കുമാർ അടിക്കടി പോയി ദത്താത്രേയ ഹൊസബല്ലയെ കാണുന്നു. ഹൊസബല്ലയെ മാത്രമല്ല കണ്ടിട്ടുള്ളത്, റാം മാധവനെ കാണുന്നു. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് വരികയാണ്. നിങ്ങളാവട്ടെ ആ കൂടിക്കാഴ്ച ആദ്യം നിഷേധിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ അന്വേഷണ റിപ്പോർട്ടുകളുടെ പിന്നാമ്പുറം തേടിപ്പോകുന്നത്. അവയൊന്നും എവിടെ എത്തിയെന്ന് ആർക്കും അറിയില്ല. പൂരം കലക്കിയത് ആരാണെന്ന് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ റിപ്പോർട്ട് എവിടെ എത്തിയെന്ന് ആർക്കും അറിയില്ല. സുനിൽകുമാർ ആവശ്യപ്പെട്ടിട്ട് കൊടുക്കുന്നില്ല ഈ സർക്കാർ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമുള്ളത് പലതും മൂടി വെച്ചുകൊണ്ടുള്ള ഈ കളി ആർക്കും പിടികിട്ടില്ല എന്നാണോ പ്രിന്റു? അല്ല, ഇതിനകത്ത് ഞാൻ പറയുന്നത് ഈ അനാവശ്യമായിട്ട് ഈ ദത്താത്രേയ ഹൊസബളയും ഈ RSS ബാന്ധവും ഒക്കെ അനാവശ്യമായിട്ടുള്ളൊരു ചർച്ചയായിട്ടാണ് കാണുന്നത്. കാരണം RSSനെ സംബന്ധിച്ചിടത്തോളം RSSന്റെ പദ്ധതികളും അതിൻ്റെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഡേ ടു ഡേ ഇത് അങ്ങനെ പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ RSSന്റെ ഏതൊരു ഉന്നത അധികാരി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളെ കാണാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ RSSന്റെ നേതാവിനെ കാണാൻ പറ്റാത്ത അപ്രോച്ച് അങ്ങനെ, അതായത് ആക്സസ് ആയിട്ട് സർവ്വസാധാരണമായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ആക്സസ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് RSS. അപ്പോൾ അതൊരു നിഗൂഢ ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ RSSകുമാരുമായിട്ട് ഒരു തരത്തിലും ചർച്ച നടത്താൻ പാടില്ല കേരളത്തിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു കേരളത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് VD സതീശന്റെ പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ബാക്കി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർക്കാരിന്റെ കാര്യങ്ങൾ പിണറായി വിജയൻ പറയണം അദ്ദേഹത്തിന്. കാരണം ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ADGP. നമ്മൾ മനസ്സിലാക്കണം. അബ്ദുറഹ്മാൻ രണ്ടത്താണി പ്രിഞ്ചു മഹാദേവ് പറഞ്ഞു കേൾക്കൂ, RSSന്റെ നേതാവിനെ കണ്ടാലെന്നാണ് കുഴപ്പം. RSSനെ കണ്ടാലെന്തോ വലിയ കുഴപ്പമാണെന്നുള്ള ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ ഉള്ള ശ്രമം നടക്കുന്നു എന്നാണ്. ഇന്നിപ്പോ ആരാണ് ചോദിക്കുന്നത്? സ്പീക്കർ AN ഷംസീർ ചോദിക്കുന്നത് RSS ഈ രാജ്യത്തെ പ്രധാന സംഘടനയല്ലേ, അതിൻ്റെ ഒരാളെ പോയി ഒരാൾ വ്യക്തിപരമായി കണ്ടാലെന്നാണ് കുറ്റം എന്നാണ് പ്രിന്റു മഹാദേവും ഒപ്പം തന്നെ സ്പീക്കർ AN ഷംസീറും ഏതാണ്ട് ഒരേ വാചകം പറയുകയാണ്. അപ്പോൾ RSS എന്തോ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത നിങ്ങൾക്ക് മാത്രമാണോ? അല്ല, ഇവിടെ ഈ ചർച്ചയിൽ തന്നെ കൃത്യമായ മറുപടി കിട്ടിയല്ലോ. 318 പേര് RSSകാരുടെ സംഘടന കൊണ്ട് മരിച്ചു എന്നൊരു ഭാഗത്ത് പറയുന്നു. മറുഭാഗത്ത് സ്പീക്കർ തന്നെ പറയുന്നത്, CPMകാരനായ സ്പീക്കർ, പാർട്ടിയുടെ നേതാവായിരുന്ന സ്പീക്കർ പറയുന്നത് RSS ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് CPMന് വന്നിരിക്കുന്ന ഈ കാലാന്തരത്തിൽ വന്നിരിക്കുന്ന മാറ്റം എല്ലാവരിലും പ്രകടമായി കാണുന്നു എന്നാണ് തെളിയിക്കുന്നത്. കാരണം ഞങ്ങളിത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചവരാണ്. ഇന്ന് അജിത് കുമാറിന്റെ വിഷയം വരുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും 50ഓളം സീറ്റുകളിൽ RSSുമായി ബന്ധം നടത്തി BJP CPM ബാന്ധവം രൂപപ്പെട്ടു വന്നു എന്ന് അന്ന് വാർത്താമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യമായിരുന്നു, പ്രധാനപ്പെട്ട ഒരു കാര്യം, യോഗാചാര്യനായിരുന്ന ശ്രീ എം വഴി RSSും CPMും തമ്മിൽ ഒരുപാട് ചർച്ചകൾ നടന്നു. കണ്ണൂരിൽ CPM നേതാക്കന്മാരും കുളിച്ചു ചേർത്ത് യോഗങ്ങൾ നടത്തി. ആ യോഗങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, അതിനുശേഷം നിങ്ങൾക്കറിയാം ഒരു മാധ്യമ പ്രവർത്തകൻ ദിനേശ് നാരായണന്റെ ദി RSS ആൻഡ് ദി മേക്കിംഗ് ഓഫ് ദി ഡീപ് നാഷൻ എന്ന പുസ്തകം വലിയ ചർച്ചയായി. ആ ചർച്ചയെ തുടർന്ന് ആ ചർച്ചയിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് CPMന്റെ നേതാക്കന്മാർ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോൾ അന്ന് ഈ പറഞ്ഞ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, എന്നാൽ P ജയരാജൻ 2 തവണ നടന്നിട്ടുണ്ട് എന്ന് അത് ശരിവെച്ചു. അപ്പൊ ഇത് ഒരു പുതിയ സംഭവമല്ല. വളരെ നാളുകളായി RSSുമായുള്ള ഒരു അവിഹിത ബന്ധം CPM നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കേരളത്തിൽ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ആ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ അപകടകരമായൊരു നീക്കമുണ്ടാകുന്നത്. അത് ഇന്ത്യൻ പാർലമെന്റിലെ ഒരു സീറ്റ് RSSന് വെച്ചു കൊടുക്കുന്നതിന്, BJPക്ക് തീരെ എഴുതി കൊടുക്കുന്നതിന് വേണ്ടി ഇടനിലക്കാരെ കൊണ്ടുവരികയാണ്. അതാണ് ഇവിടെ ചർച്ചയാകുന്നത്. അതൊരു ചെറിയ വിഷയമായി കാണാൻ കഴിയില്ല. ആ വിഷയത്തെയാണ് ഈ കേരളം കാണേണ്ടത്. അതിനൊരു പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്കറിയാം, വാക്കുകൾ കൊണ്ട് BJPക്കും RSSനും എതിരായി പറയുക, എന്നിട്ട് പിന്നീട് ആദ്യം നിഷേധിക്കും, പിന്നീട് അത് ശരിവെക്കും. ഇപ്പൊ ഇന്ന് EP ജയരാജനില്ല. കാരണം EP ജയരാജന്റെ വിഷയം എന്താണ്? ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി.
ജാവദേക്കറുമായി ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ജാവദേക്കറുമായി ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അങ്ങനെ ഇതുപോലെ തന്നെ ഈ വിഷയത്തിലും എത്തി നിൽക്കുന്നത് DGP RSS നേതാവിനെ കാണാൻ പോവുകയാണെങ്കിൽ ഏത് രീതിയിലാണ് ADGP എങ്ങനെയാണ് പോകേണ്ടത്? ADGPക്ക് അവിടെ പോലീസ് സംവിധാനമില്ലേ? ഒരു ADGP പോകുന്നത് അവിടുത്തെ സ്റ്റേഷൻ അറിയണ്ടേ? തന്റെ ഔദ്യോഗിക വാഹനമൊക്കെ മാറ്റിവെച്ച് ലോകം കാണാതെ അദ്ദേഹം ഈ ഒളിപ്പോരുകാർ പോകുന്നത് പോലെ എന്തിനാണ് പോകുന്നത്? ആ പോകുന്നതിന്റെ ആവശ്യം എന്താണ്? അദ്ദേഹത്തെ കൊണ്ടുപോകാൻ എന്തിനാണ് RSSന്റെ ഒരാൾ കൂടെ പോകുന്നത്? അപ്പൊ ഇത് സ്വാഭാവികമായും ആദ്യം ഇത് നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അത് ചർച്ചയായി. ഇന്ന് ഏതായാലും ചർച്ച നടത്തിയെന്ന് വ്യക്തമായിരിക്കുന്നു. ആ വ്യക്തമായ ഘട്ടത്തിൽ ഇന്നേക്ക് 10 ദിവസമായി. അങ്ങ് ഓർക്കണം, ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ട് 10 ദിവസമായി. ഓരോ ദിവസവും വൈകുന്നേരം വന്ന് എങ്ങനെയൊക്കെയാണ് കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എന്ന് വരെ പറഞ്ഞിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് ഇന്ന് വരെ വായി തുറന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. കാരണം കേരളത്തിന്റെ CPM ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾക്ക് RSS വന്നും എതിരാണെങ്കിൽ അദ്ദേഹം അത് മറുപടി പറയണം. അല്ലെങ്കിൽ തന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ADGP എങ്ങനെയാണ് ഇത്ര ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തത്? പാർട്ടിയുടെ നയം നടപ്പാക്കുകയാണ്, ഞങ്ങളുടെ സർക്കാരിന്റെ നിലപാടുകളാണെങ്കിൽ പ്രതിഫലിക്കേണ്ടത്, ആരോട് ചോദിച്ചാണ് പോയത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ആ നടക്കുന്ന അവിടുത്തെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന RSS ശിബിരം നടക്കുന്നിടത്ത് പോലീസ് ഇടപെടേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകണം, അതും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ്? അപ്പൊ ഒരു ഭാഗത്ത് ADGP അവിടെ ആ റോൾ ചെയ്യുക, അതിന് സമാനമായ രീതിയിൽ അതത് ജില്ലകളിലേക്കും ആളുകളെ വിന്യസിപ്പിച്ചു കൊടുക്കുക. മലപ്പുറം ജില്ലയിലേക്ക് സുജിത് ദാസിനെ കൊടുത്തിരുന്നു. സുജിത് ദാസിന്റെ ഡ്യൂട്ടി എന്താണ്? പരമാവധി കേസുകൾ വർദ്ധിപ്പിക്കുക. മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ കേസ് വർദ്ധിപ്പിക്കുക. 12,000 കേസാണ് മലപ്പുറം ജില്ലയിൽ അദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ ഒരു വർഷം ഉണ്ടായിരുന്നത്. ആ 12,000 തൊട്ടടുത്ത വർഷം 19ലേക്ക് മാറുകയാണ്. പിന്നെ അങ്ങനെ കൂടി ഞാൻ ചോദിക്കുന്നത് താങ്കൾ പോയിന്റിലേക്ക് വന്നു. സുജിത് ദാസിന്റെ കാര്യം, സുജിത് ദാസിലാണ് PV അൻവർ തുടങ്ങുന്നത്. നോക്കൂ, സുജിത് ദാസ് മലപ്പുറം ജില്ലയോട് ചെയ്തത് എന്താണ് എന്ന് വെളിപ്പെട്ടു വരുന്നു. ഇപ്പോ പിന്നെ വെച്ചിരിക്കുന്ന ശശിധരൻ എന്താണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എന്ന കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങളുടെ ഒരു മേജർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് മലപ്പുറം അടക്കമുള്ള മേഖലകൾ എന്ന് നമുക്കറിയാമെന്നിരിക്കെ ഒരു PV അൻവർ വേണ്ടി വന്നു സുജിത് ദാസിനെ പോലെയുള്ള ഇത്തരം ആളുകളെ എക്സ്പോസ് ചെയ്യാനും തെറിപ്പിക്കാനും എന്ന് വന്നാൽ ആ പ്രശ്നത്തെ ഗൗരവത്തിൽ കാണാനും ഏറ്റെടുക്കാനും വേണ്ടത്ര മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന ഒരു കുറ്റബോധമുണ്ടോ സി രണ്ടത്താണി? ഒരിക്കലുമില്ലല്ലോ. ഞങ്ങൾ ഈ കാര്യം പറയാൻ തുടങ്ങിയിട്ട് എന്ത് തുടങ്ങി? നിങ്ങൾക്കറിയില്ലേ, താമർ ജിഫ്രി മരണപ്പെട്ട ആ സംഭവത്തെക്കുറിച്ച് കസ്റ്റഡിയിൽ വെച്ച്, പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരിച്ചപ്പോൾ ആ വിഷയം ഉയർത്തിപ്പിടിച്ച ഉടനെ ഞങ്ങൾ പിന്നീട് മലപ്പുറത്ത് ആയിരങ്ങൾ അണിനിരത്തി നടത്തിയ എല്ലാ പ്രക്ഷോഭങ്ങളിലും ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയും ഞങ്ങളുടെ യുവജന സംഘടനകളും ഒക്കെ ഉയർത്തിപ്പിടിച്ച വിഷയം ഇത് തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ അനാവശ്യമായി ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിക്കുന്നു. മലപ്പുറം ജില്ലയിൽ സ്വർണ്ണവേട്ടയുടെ പേരിൽ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നു. ഇങ്ങനെ ഓരോന്നും ഞങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണി പറഞ്ഞപ്പോഴൊക്കെ അത് മുസ്ലിം ലീഗുകാരുടെ രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുന്നതാണ് എന്ന് വ്യാഖ്യാനം അത് നൽകി. പക്ഷെ സ്വന്തം പാർട്ടിക്കകത്തിരുന്ന് ഒരു MLA ആ കാര്യങ്ങൾ ആവർത്തിച്ചപ്പോൾ സ്വാഭാവികമായും ഇവര് വെട്ടിൽ വീഴുകയായിരുന്നു. MLA ആവർത്തിക്കുക മാത്രമല്ല, MLA മുഖ്യമന്ത്രിയുടെ ഒരു നിലയിലുള്ള ഇടപെടലും ഇതിൽ നടത്താൻ കഴിയുന്നില്ല എന്ന വ്യാഖ്യാനത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു 20-ലധികം വകുപ്പുകളാണ് ഒരു മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തത്, 4 ചായക്കട ഒന്നിച്ചെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ അപമാനകരമായ വാചകങ്ങൾ എന്തുണ്ട്? ആർക്കും ബോധ്യമാകില്ലേ? ഈ രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇനി മുഖ്യമന്ത്രിക്ക് നിങ്ങൾ എന്തെങ്കിലും കടലാസ് കൊടുത്താൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, അത് ശശിയുടെ കയ്യിലേക്ക് കൊടുക്കും, അത് എവിടേക്കോ പോകും എന്നൊക്കെ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഇത് ഞങ്ങൾ എത്രയോ നാളുകളായി പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി ഇത്തരം കാര്യങ്ങളിലൊക്കെ നടപടികളാണ് വേണ്ടത് എന്ന് മാത്രമല്ല, ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് സത്യത്തിൽ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേറ്റ് അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ നീക്കങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആർക്കാണ് ലജ്ജാകരമെന്ന് നിരപേക്ഷ കേരളത്തോടുള്ള ഉത്തരവാദിത്വം പിണറായി വിജയൻ നിറവേറ്റണം എന്ന കാര്യം കൂടിയാണ്. അല്ല ശ്രീ റജി ലൂക്കോസ്, ഇന്നിപ്പോ സ്പീക്കർ പറയുന്നത് RSS ഒരു പ്രധാന സംഘടനയാണ് എന്നാണ്. ആ വാചകം ഒരു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് വരാൻ പാടുണ്ടോ എന്ന ചോദ്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RSS ഒരു ഫാസിസ്റ്റ് രൂപിയായ സംഘടനയാണെന്നും അതിൻ്റെ ഹിന്ദുത്വ വേർഷൻ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ അത്യാവേശത്തോടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അത് ഈ രാജ്യത്തിൻ്റെ ഘടനയെ തകർക്കുകയാണെന്നും പാർട്ടിയുടെ
കരട് നയരേഖ പറയുന്നുണ്ട് കഴിഞ്ഞ സമ്മേളനത്തിലെ എന്ന് നമുക്കറിയാം. അത് വായിക്കാൻ വെബ്സൈറ്റിലുണ്ട്, അത് പാർട്ടി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആർക്കും വായിക്കാം. എന്നിരിക്കെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഒരു പ്രധാന സംഘടനയിലെ ആളെ പോയി കണ്ടാൽ തെറ്റെന്താണെന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ ഇ പി ജയരാജൻ ഈ പ്രഭാരിയെ കാണുന്നു, അതിനുശേഷം അതിനെ ന്യായീകരിക്കുന്നു, അതിനുശേഷം ഇപ്പോൾ സ്പീക്കർ ഷംസീർ ഏതാണ്ട് ആ സ്വഭാവത്തിൽ ന്യായീകരണമായിട്ട് വരുന്നു. അപ്പോൾ പതിയെ പതിയെ CPM RSSകാരെ കണ്ടാൽ എന്താ കുഴപ്പം എന്ന മട്ടിലേക്ക് അതിൻ്റെ നയം മാറ്റുകയാണോ? താങ്കൾ പറഞ്ഞു പാർട്ടി സംസ്ഥാന സെക്രട്ടറി മറച്ചു പറഞ്ഞിട്ടുണ്ടെന്ന്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആരെങ്കിലും RSSകാരെ കണ്ടാൽ ഞങ്ങൾ എന്ത് വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ CPIക്ക് അതൃപ്തി ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തൃപ്തിയാണോ എന്നൊരു വാചകം, അല്ലാതെ ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്ന വാചകം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. CPIയുടെ പോയിന്റ് പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ പോയതാണ്. അപ്പോൾ CPM മൊത്തത്തിൽ RSSുമായിട്ട് വേണമെങ്കിലൊക്കെ ഒന്ന് കാണാം, അതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊരു അയഞ്ഞ നിലയിലേക്ക് വന്നോ? ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് വേണമെങ്കിൽ കണ്ടാൽ കുഴപ്പമില്ല എന്നതിലേക്ക് നയരേഖ തിരുത്തി എഴുതുമായിരിക്കുമോ? അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട. ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സാങ്കേതികപരമായിട്ട് അദ്ദേഹം പറഞ്ഞ കറക്റ്റാ. ഇന്ത്യയിലെ ഒരു പ്രമുഖ സംഘടന തന്നെയാണ് RSS. അതൊക്കെ നമുക്കറിയാം. പക്ഷേ RSSന്റെ നയപരിപാടികളും RSSന്റെ വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ആ സംഘടനയുടെ എന്താണ് അവർ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ അജണ്ട എന്നുള്ളത് നമുക്കെല്ലാം വളരെ വ്യക്തമാവും. ആ അർത്ഥം നോക്കുമ്പോഴത്തേക്ക് സ്പീക്കർ പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹമാണ് അത് വിശദീകരിക്കേണ്ടത്. ഞാൻ ബഹുമാനപ്പെട്ട രണ്ടത്താണി ഇവിടെ വളരെ കാര്യമായ രീതിയിൽ തന്നെ CPMനെ RSS ബന്ധമായിട്ട് വിമർശിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നെ വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്ന മുസ്ലിംസിനെ, ക്രിസ്ത്യാനിയെ, കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് വിടണമെന്ന്, അവിടുന്ന് ഓടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രസ്ഥാനമായിട്ട് കൈകോർത്തുകൊണ്ട്, അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൈകോർത്തുകൊണ്ട് വടകരയിലും പിന്നെ ബേപ്പൂരും മത്സരിച്ച് നിങ്ങളല്ലേ കോലിബി എന്ന് പറയുന്ന സംഘം ഉണ്ടാക്കി. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുവരെ ഇങ്ങനെയുള്ള ഒരു ബാന്ധവത്തിനും പോകാത്ത CPMനെ വിമർശിക്കാനുള്ള ധാർമ്മികതയുള്ളത്? പിന്നെ ബഹുമാനപ്പെട്ട രണ്ടാമത്തെ ചർച്ച പറഞ്ഞൊരു കാര്യം, അവർ സമരം നടത്തി പിന്നെ മലപ്പുറത്തെ കേസുകൾ കൂടുന്നതിനെ കുറിച്ച് പറഞ്ഞു. അല്ല ഇത് കേൾക്കൂ, അല്ല സാറേ ഞാനൊന്ന് മറുപടി പറയട്ടെ. ഇതൊക്കെ വസ്തുതകളാണ്, കേരള ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെന്ന് നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത് നിയമസഭയിലേക്കുള്ളത്? മലപ്പുറത്ത് നിങ്ങളുടെ ഏതെങ്കിലും MLA പിന്നെ നിയമസഭയിൽ ഈ പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ നിങ്ങളില്ല? അപ്പോൾ എന്തുകൊണ്ടാണ് കാരണം? അപ്പോൾ നിങ്ങളും അങ്ങനെ ഒരു വിശുദ്ധ വേഷമൊന്നും കെട്ടേണ്ട കാര്യമില്ല. അൻവർ ഉയർത്ത വിഷയങ്ങൾക്കകത്ത് ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്. അത് പാർട്ടി ചർച്ച ചെയ്യും, സർക്കാരും അത് ചർച്ച ചെയ്യും. ശരിയെന്നോണ്ട് തോന്നി നടപടി സ്വീകരിക്കുന്നത് പറഞ്ഞ ഒരാളുണ്ട്. അത് റജി പറയുന്നത് എന്താണ്? മലപ്പുറത്തെ മലബാറിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയായിരുന്നിട്ട് കൂടി മുസ്ലിം ലീഗ് ഈ വിഷയങ്ങൾക്കകത്തൊന്നും വേണ്ടത്ര അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അൻവർ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ ശ്രമിക്കുകയാണ് ലീഗ് എന്നാണോ? അല്ലല്ലോ, അത് റജി പഠിക്കാത്തതുകൊണ്ടാണ്. കാരണം മലപ്പുറം ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങൾക്ക് ഉയർത്താൻ പറ്റാത്ത കാര്യങ്ങൾ അൻവർ ഉയർത്തി എന്ന് പറഞ്ഞപ്പോഴുള്ള ചമ്മല് കൊണ്ട് എളിപ്പരായിട്ടില്ല. അൻവറിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അൻവർ ഉയർത്തിയെന്നല്ല, ഞങ്ങൾ ഈ കാര്യങ്ങൾ എത്രയോ നാള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പറയേണ്ടി വന്നു ഇപ്പോൾ. എന്നാൽ ഇനി തീരുമാനമാകുന്നുണ്ടോ? നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. നിങ്ങൾ എന്ത് തീരുമാനം ആ കാര്യത്തിലെടുത്തത്? നിങ്ങൾ മരം മുറിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ഒതുങ്ങുന്നില്ല. റജി ലൂക്കോസ്, RSSകാരെ പോയി നിരന്തരമായി കാണുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കമുണ്ടായാൽ RSS എന്ത് വിചാരിക്കും? അവർ ഈ രാജ്യത്തെ ഒരു പ്രധാന സംഘടനയാണല്ലോ, അവരാണല്ലോ ഈ നാട് ഭരിക്കുന്നത്, അവരാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ തലപ്പത്തുള്ളത്. അപ്പോൾ അവരെ വെറുപ്പിക്കുന്ന ഒരു തീരുമാനം, വളരെ എവിഡൻ്റായ ഒരു തീരുമാനം കേരളത്തിൽ എടുക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ടാണോ പാർട്ടി അമാന്തിച്ച് നിൽക്കുന്നത്, പിണറായി വിജയൻ അമാന്തിച്ച് നിൽക്കുന്നത്? അത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തെറ്റായി വായിക്കുന്നതുകൊണ്ടാണ്. കേരളത്തിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. വർഗീയ ഫാസിസ്റ്റ് സംഘടനയായ RSSനും BJPക്കും അവർ നെഞ്ചു വിരിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ മതേതരത്തിനെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളവരും നിഷാദിന് എന്നെക്കാളും കൂടുതൽ വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊക്കെ അസംബന്ധമായ ക്വസ്റ്റ്യൻസാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് വിലപ്പോകത്തില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഈ രീതിയിൽ ഉള്ള ഒരു ഭയം കൊണ്ടാണോ, അല്ലെങ്കിൽ പ്രമുഖ കക്ഷിയാണ്? അങ്ങനെ ഈ പ്രമുഖ കക്ഷികളെ ഞങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി? ഇപ്പോൾ നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സഖാക്കളെ രക്തസാക്ഷികളാക്കിയതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ എതിരെ അങ്ങനെയാണ് ഞങ്ങൾക്ക് അന്ന് പോലും മൗനം പാലിച്ചാൽ പോരായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ചരിത്രത്തിന്റെ ഏടുകളാണ്. നിങ്ങൾ ശ്രീ എം എന്ന് പറയുന്ന ആളെ നടുക്കിരുത്തിക്കൊണ്ട് നിങ്ങൾ RSSുമായിട്ടുള്ള സംഘർഷം അവസാനിപ്പിച്ചു. നിങ്ങളിപ്പോൾ സംഘർഷത്തിലുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ കൊന്നത് മുഴുവൻ കോൺഗ്രസ്സുകാരല്ലേ? അവരെ കൊന്നിട്ടില്ല, അവർ തിരിച്ചും കൊന്നിട്ടില്ല. ആ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ്. അപ്പൊ സമവായത്തിന്റെ സാധ്യതകൾ നിങ്ങൾ എവിടെയൊക്കെ തേടി എന്നാണ് കേരളം ചോദിക്കുന്നത് ഇപ്പോൾ. അല്ല
നിഷാദെ, ആ സംഘടനയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ, അവിഭാജ്യ ഘടകമല്ലേ ഇന്ത്യയുടെ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഈ രാജ്യത്തിന് വലിയ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നില്ല. ആ സംഘടന നിങ്ങളെ ഇപ്പോൾ കായികമായി ആക്രമിക്കുന്നില്ല, നിങ്ങൾ തിരിച്ചു ആക്രമിക്കുന്നില്ല. ആ സംഘടന കേന്ദ്രം ഭരിക്കുമ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ബുദ്ധിമുട്ടിക്കുന്നു. നിങ്ങളെ അത് ചെയ്യുന്നില്ല. നിങ്ങൾ അങ്ങോട്ടും ഒരു പരിധി കവിഞ്ഞൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന കുപ്രസിദ്ധനായിട്ടുള്ള വർഗീയത ആരോപിക്കപ്പെടുന്ന ആളെ നിങ്ങൾ പ്രധാനപ്പെട്ട ഉപദേശകരാക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് നിങ്ങളിതാ അജിത് കുമാറിനെ വെക്കുന്നു. അജിത് കുമാർ RSS കാര്യാലയത്തിൽ കയറി ഇറങ്ങുന്നു എന്നറിഞ്ഞിട്ടും ഒരു നടപടിയുമില്ലാതെ അദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടു നടക്കുന്നു. നോക്കൂ, വയനാട്ടിൽ ദുരന്തമുണ്ടാകുമ്പോൾ അവിടേക്ക് പോകാൻ ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ DGP വേറൊരാളെ നിയോഗിക്കുന്നത്. വേണ്ട, ഇയാൾ പോട്ടെ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ. ആര്? അജിത് കുമാർ. അജിത് കുമാർ അവിടുത്തെ മുഖ്യ കാര്യദർശിയായി സർവാധികാരിയായി പോകുന്നു എന്ന് വെച്ചാൽ ഈ RSS കാര്യാലയത്തിൽ പോയി കണ്ടതിന് ശേഷവും റിവാർഡുകളാൽ ആദരിച്ചതല്ലാതെ ഈ മനുഷ്യനെ തൊട്ടിട്ടില്ല നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സമവായം വേറെ ഏതൊക്കെ പോയിന്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പം നമ്മൾ ചോദിക്കുന്നത്. അല്ല, കേരളത്തില് വെട്ടും കൊലയെന്നുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി ഇന്നുവരെ കേരളത്തിലെ വെട്ടിനോ അല്ലെങ്കിൽ കൊലപാതകത്തിനോ CPM എന്ന് പറയുന്ന ഭാഷ മുൻകൈ എടുത്തിട്ടില്ല. നിങ്ങളൊക്കെ വായനകളിലൂടെ അത് പറയാറുണ്ട്. SFIയുടെ പ്രവർത്തകരെ 38 എണ്ണത്തിനെ കേരളത്തിൽ കൊന്നു കുഴിച്ചുകൊണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു KSUകാരനോ അല്ലെങ്കിൽ ഈ പറയുന്ന ABVP-കാരനോ SFI കൊന്നിട്ടുണ്ടോ? ഇല്ല. കേരളത്തിൽ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ കേവലം 2 വർഷം മാത്രമായിട്ടുണ്ട് തലശ്ശേരി മനോഹരൻ എന്ന് പറഞ്ഞ തൊഴിലാളിയെ രാത്രി 11 മണിക്ക് പതിയിരുന്ന് വെട്ടി കാലുകൾ വേർപെടുത്തിയ സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾ ആരെങ്കിലും പ്രതികാരം ചെയ്തോ? CPM എപ്പോഴും സമാധാനത്തിന്റെ പാതയില്ല. മതേതരം സംരക്ഷിക്കാനായിട്ട് ഈ പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നെഞ്ചു വിരിച്ച് നിൽപ്പുണ്ട്. ഷുഹൈബിനെ നിങ്ങൾ കൊന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ അരിൽ ഷുക്കൂറിനെ കൊന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ചന്ദ്രശേഖരനെ കൊന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ RSകാരുടെ കഥ പറഞ്ഞു. നിങ്ങൾ ചന്ദ്രശേഖരനെയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഏത് വിപ്ലവത്തിന് വേണ്ടി, ഏത് മതനിരപേക്ഷ കേരളത്തിന് വേണ്ടിയാണ് ചന്ദ്രശേഖരനെ കൊന്നത്? ആ ചോദ്യം ഉണ്ടല്ലോ. നമ്മളതൊന്നും സംസാരിച്ച് നേരം കളയണ്ട. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആ സമവായം ഉണ്ടാക്കിയല്ലോ എമ്മുമായിട്ട് സമവായം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഈ കാസർഗോഡ് 2 ചെറുപ്പക്കാരെ കൊന്നു. അവർ കോൺഗ്രസ്സുകാരാണ്. നിങ്ങൾ അരിയിൽ ഷുക്കൂറിനെ കൊല്ലുന്നു. അതിനുശേഷം കൊല്ലപ്പെട്ടതാരാണ്? ഷുഹൈബിനെ കൊല്ലുന്നു. കോൺഗ്രസ്സുകാരാണ്. പിന്നെ നിങ്ങൾ ആ സംഘിനെ വിട്ടു. നിങ്ങൾ സമാധാനത്തിൻ്റെ പാത കംപ്ലീറ്റായി അങ്ങ് എടുത്തു എന്നും പറയില്ലേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ഡേ കഴിഞ്ഞപ്പോൾ നിങ്ങളൊരാളെ കൊന്നു, നിങ്ങളുടെ ആളുകൾ കൊന്നു. നിങ്ങൾ വിട്ടുകളഞ്ഞത് സംഘിന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെ വിട്ടിട്ടില്ല. പൂർണ്ണ സമാധാനത്തിൻ്റെ പേടകത്തിലേക്ക് പ്രവേശിച്ചു എന്നൊന്നും പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിഷാദിന്റെ ഓർമ്മയ്ക്ക് കുറവൊന്നുമില്ല. നിഷാദെ, കാസർഗോഡ് ആ 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നതിനകത്ത് കസ്റ്റഡിയിലെടുത്തതിൽ 4 പേര് കോൺഗ്രസിന്റെ അനുഭാവികളായിരുന്നു. അത് നിങ്ങൾ മറന്നോ? കോടതിയിലുണ്ടോ ഇപ്പൊ കേസ് ഇരിക്കുന്നത്? നിങ്ങളത് മറന്നോ? നിങ്ങളത് CPM താലിക്കൂടെ വെച്ചില്ലേ? അത് പ്രാദേശികമായ ഒരു ക്ഷേത്രത്തിൽ നടന്ന പ്രശ്നത്തിന്റെ പേരിലുള്ള കൊലപാതകം എന്നുള്ളൊരു തെളിവ് സഹിതം പുറത്തു വന്നില്ലേ? നിങ്ങൾ അതൊക്കെ അതിനെ ഞാനും പറഞ്ഞത്. പാർട്ടിയുടെ ലോക്കൽ പ്രധാനപ്പെട്ട നേതാക്കളാണ് അതിൽ പ്രതികളാക്കപ്പെട്ടവർ. ഓക്കെ, അത് തർക്കിച്ച് നമുക്ക് സമയം കളയാനില്ല. അതിൽ തർക്കിച്ച് നമുക്ക് സമയം കളയാനില്ല. ഈ അജിത് കുമാറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? വല്ല തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഒരു സംശയമില്ല. നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടിയിലേക്ക് പോകുന്ന കാര്യത്തിൽ നിങ്ങൾ ആരും സംശയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾ വാർത്ത കൊടുത്തു തുടങ്ങിയേ? ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. ഒരിക്കലുമല്ല. നിങ്ങളൊരു സംശയം വിചാരിക്കേണ്ട. അതൊക്കെ നിങ്ങളുടെ വാർത്ത, നിങ്ങൾ CPM-നെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള സംസാരങ്ങൾ മാത്രമല്ല. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തും ഏതെങ്കിലും കാര്യത്തിൽ ഒരു RSSകാരനോ മുട്ടുമുടക്കാണ്ട് നിങ്ങൾക്ക് പറയാമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ഇങ്ങോട്ട് പിൻവലിക്കാം. കോട്ടയത്ത് പോലീസുകാരുടെ സമ്മേളനത്തിൽ വെച്ചല്ലേ പറഞ്ഞ മുഖ്യമന്ത്രി ഇങ്ങനെ സമൂഹത്തിൽ ഇതുപോലെ ചില ആരോപണങ്ങൾ ഉയർന്നുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ടിട്ട് 10 ദിവസമായി അദ്ദേഹത്തിന്റെ മുട്ടും മടങ്ങിയാണോ ഇരിക്കുന്നത്, നിവർന്നാണോ ഇരിക്കുന്നത് അറിയണമെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിക്കണം. ഇപ്പം എനിക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. മടങ്ങിയാണോ നിവർന്നിട്ടാണോ അത് നോക്കാൻ നമുക്ക്. അദ്ദേഹം വരട്ടെ, മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലപാട് വിശദീകരിക്കട്ടെ. അല്ല, സി അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഈ കാര്യത്തിൽ പോലീസിനകത്ത് ക്രിമിനൽ പ്രവർത്തനം നടക്കുന്നു, പോലീസിനകത്ത് മാഫിയ ബന്ധമുണ്ട് എന്നതാണോ നിങ്ങളുടെ ഒന്നാമത്തെ കൺസേൺ? അതോ പോലീസ് RSSന്റെ കയ്യിലാണ് എന്നതാണോ? നിങ്ങൾ അതുറക്കെ പറയുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞില്ലേ, പോലീസ് നടപ്പാക്കുന്നത് മുഴുവൻ RSSന്റെ നയങ്ങളാണ് എന്ന്. ആ രീതിയിലാണല്ലോ കാണുന്നത്. നിങ്ങൾക്കറിയാം, അതിനേക്കാൾ അപകടകരമായ ഒരു വിഷയം കൂടിയുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇത് ഞങ്ങൾ പറയുന്നത് മാത്രമല്ലോ, ഇടതുപക്ഷ മുന്നണിക്കകത്തിരുന്ന് ശബ്ദം വന്നിട്ടില്ലേ? CPIയുടെ നേതാവല്ലേ ആനി രാജ എന്താ പറഞ്ഞത്? കേരള പോലീസിൽ RSSന്റെ ഒരു സംഘം പ്രവർത്തിക്കുന്നു എന്നല്ലേ? ആനി രാജയെ വളഞ്ഞിട്ട് ആക്രമിക്കല്ലേ ചെയ്തത് എല്ലാവരും?
മറന്നിട്ടുണ്ടോ? ആന്റണി രാജ് അന്ന് ഈ കാര്യം പറഞ്ഞല്ലോ. RSS സംഘം കേരള പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പറഞ്ഞതിൽ ഏത് രീതിയിൽ ഇടതുപക്ഷം നേരിട്ടത്? പിന്നെ ഇവിടെ ചിലർ പറഞ്ഞു ഞങ്ങൾ RSSനെതിരായിട്ട് തലശ്ശേരി കലാപം വരെ റജിയോടെ പറഞ്ഞു. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. റജി ലൂക്കോസ് തലശ്ശേരി കലാപത്തെ അന്വേഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടൊന്ന് വായിക്ക്. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്താണ് CPM അവിടെ എടുത്ത റോള് എന്ന്. ആ CPIക്കാർ തന്നെ കൊടുക്കുന്ന മൊഴിയുണ്ട്. നിങ്ങളെ കൂടെയുള്ള ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കന്മാർ കൊടുക്കുന്ന മൊഴി ഒന്ന് വായിക്ക്. അപ്പോഴറിയാം അവിടെ നിങ്ങളെടുക്കത്തെ റോൾ എന്താണെന്ന്. ഞാൻ പറയുന്നത് ആരും അങ്ങനെ ഒരു വലിയ ന്യൂനപക്ഷ സംരക്ഷകരുടെ കുപ്പായം അണിയേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് എത്തി നിൽക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കണം. RSSന്റെ കയ്യിലേക്ക് നിങ്ങൾ കേരളത്തെ വെച്ചു കൊടുക്കുകയാണ്. അല്ല, തലശ്ശേരി കലാപത്തിൽ CPM എന്താണ് എടുത്ത മോശം റോൾ എന്താണ്? മോശം ഞാൻ പറഞ്ഞില്ലേ, വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി ആ കാര്യം പറയുന്നുണ്ട്. പിണറായി വിജയൻ കാരണം സമാധാന പ്രകടനം നടത്തുന്ന ആളുകൾ തന്നെ രാത്രി വീടിന് തീ വെക്കാൻ വന്നു എന്ന മൊഴി അതിലുണ്ട്. വായിക്കി. സമാധാന ശ്രമങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്ന ആളുകൾ വൈകുന്നേരം വീടിന് തീ വെക്കാനും എത്തിയെന്ന് അപ്പോൾ തന്നെ കൃത്യമായി ആ റിപ്പോർട്ട് കിട്ടും. പച്ചക്കള്ളം പറയാതെ അവിടെ പിണറായി വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് വായിക്ക്. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിക്ക്. ശരി, അല്ല അതല്ല വിഷയം. ഞാൻ അവസാനിപ്പിക്കാനുള്ള സമയത്തിലേക്ക് പോവുകയാണ്. അല്ല, അങ്ങനെ ഒരു വരിയില്ല എന്ന് പറയാൻ കഴിയോ? അങ്ങേക്ക് പറയാൻ കഴിയോ അവിടെ വീടിന് തീ വെക്കാൻ വന്നു എന്ന്? സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി പ്രകടന അല്ല, അങ്ങേക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചവർ, സമാധാന ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാന ജാഥ നടത്തിയ ആളുകൾ രാത്രി വീട് ആക്രമിക്കാൻ വന്നു എന്ന് വരികളുണ്ട്. റോൾ എന്തായിരുന്നു? അദ്ദേഹത്തിന് ശരീരത്തിൽ വെട്ടേറ്റതിനെ കുറിച്ച് കണ്ടെത്താൻ ഇങ്ങനെയൊന്നും വിമർശിക്കരുത്, ചരിത്രത്തെ വ്യാഖ്യാനിക്കരുത്. നാളെ ഒരു ചർച്ച വെക്കട്ടെ. രക്ഷപ്പെടുത്തിയ ആരെയാ? ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട CPM RSSുമായി കോംപ്രമൈസ് ചെയ്യുന്നുള്ള ചോദ്യം അതേ ഗ്രാവിറ്റിയിൽ സത്യത്തിൽ നിങ്ങൾക്കെതിരെയും ഇല്ലേ പ്രിന്റു മഹാദേവ്? നിങ്ങൾ ഇവിടുത്തെ CPMനെതിരെ വലിയ പ്രചരണം നടത്തുന്നവരും വലിയ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരുമാണ്. അതേ നിങ്ങൾ CPMുമായി ഒരു ധാരണയിൽ പോവുകയാണ് എന്ന ആക്ഷേപം സത്യത്തിൽ നിങ്ങളുടെ അന്തസ്സിന് മുറിവേൽപ്പിക്കുന്നില്ലേ? പ്രിന്റു പ്രിന്റു ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഫോൺ കട്ടായെങ്കിൽ കണക്ട് ചെയ്യൂ. ശ്രീ രണ്ടത്താണി, താങ്കളുടെ പോയിന്റ് ഒന്ന് വേഗത്തിൽ പൂർത്തിയാക്കാം. അപ്പോൾ ഞാൻ പ്രിന്റിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ദുരവസ്ഥയെക്കുറിച്ച് പഠിക്കണം ഇവർ. കാരണം ഒരു കേരളത്തിൽ ഞങ്ങൾക്കിടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ നയം എന്ന് പറയുന്നത് ഇവിടുത്തെ RSSനെതിരായി നിലകൊള്ളുകയാണ്, BJPക്കെതിരായി നിലകൊള്ളുകയാണ്. ഞങ്ങൾ അക്രമകാരികളല്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബോംബ് വെച്ച് സ്വന്തമായി ബോംബുണ്ടാക്കുമ്പോൾ മരിച്ച ആളുകൾക്ക് പോലും പ്രതിമ സ്ഥാപിച്ചവരല്ലേ ഇവർ? ആ ദിവസങ്ങളിലേക്ക് അങ്ങോട്ട് പോകാതെ പിന്നീട് വലിയ രക്തസാക്ഷിയുടെ പരിവേഷം കൊടുത്തില്ലേ ഇവർ? ഈ അക്രമം കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ CPM നടത്തി എത്ര അറുകൊലകളുടെ ചരിത്രം കേരളത്തിലുണ്ട്. സത്യത്തിൽ കേരളീയ സമൂഹത്തിനു മുമ്പിൽ എല്ലായിടത്തും അക്രമം നടത്തിയത് മാഷാ അല്ലാഹ് സ്റ്റിക്കറുമായി വന്നതാരും മറന്നിട്ടില്ലേ? എത്ര അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. എന്നിട്ട് CPMകാരൻ ഈ രാജ്യത്ത് ഒന്നും കാണിച്ചിട്ടില്ല, ഇതുപോലെ സമാധാനപ്രിയരായ ആളുകൾ വേറെയില്ല എന്ന് തന്നെ നിരന്തരമായി പറയുന്ന രീതി ഒന്ന് മാറ്റണം. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്? എനിവേ, എന്തായാലും പിണറായി വിജയൻ രംഗത്തേക്ക് വരുമോ, അദ്ദേഹം മറുപടി പറയുമോ, നടപടികളിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് എന്തായാലും കാണണം. അല്ലാത്ത പക്ഷം ഈ പുകമറ അവിടെ നിൽക്കുകയും ആ സംശയങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യും. സ്പെഷ്യൽ സെഷൻ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ശ്രീ രണ്ടത്താണിയൊപ്പം തന്നെ ശ്രീ റജി ലൂക്കോസ് ഒപ്പം പ്രിന്റു ഈ ചർച്ചയിൽ പങ്കെടുത്തതിനിടെ